ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങാണ്. ഇളനീർ പുഡിങ്ങാണ് കേട്ടോ. പുഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇളനീരിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഇളനീരിൻ്റെ ഒരു തേങ്ങ വെള്ളത്തിലാണെങ്കിൽ ഈ ഇളനീരിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങ വെള്ളത്തിലാണ് ഞാൻ ഇത് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്താൻ വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് 1/2 ലിറ്റർ പാല്, കുറച്ച് പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്, ഒരു 100ൻ്റെ ടിന്ന വാങ്ങിയാണ്, കുറച്ച് ബദാം നൈസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം നമുക്ക് ഈ ചൈന ഗ്രാസ് പകുതി ഉരുക്കിയിട്ട് നമുക്ക് അതിലിങ്ങനെ ക്രിസ്റ്റലിൻ്റെ കഷ്ണങ്ങൾ കിടക്കില്ലേ, അതുണ്ടാക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒഴിക്കാം ഈ പ്ലേറ്റിൽ. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതിൽ മിൽക്കിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് അപ്പോൾ ഞാൻ ഓരോന്നിട്ട് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ വെള്ളം, ഇത് ചൈന ഗ്രാസ് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ ഇത്തിരി പഞ്ചസാര, അതിനൊരു മധുരം വേണമല്ലോ, ക്രിസ്റ്റൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇതെന്തിനാ പറയുന്നത്. ഇതൊന്ന് മെൽറ്റാക്കി നമ്മൾ കുതിർത്തിൻ്റെ 1/2 മണിക്കൂർ കുതിർത്തിൻ്റെ, അതും തേങ്ങ വെള്ളത്തിലെ കുതിർത്തിയാണത്. അതുകൊണ്ട് അത് നല്ല ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ഇളനീരിൻ്റെ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇളനീരിൽ തന്നെ എല്ലാം ചെയ്തേക്കണം. അല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്കിൻ്റെയും പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും പഞ്ചസാരത്തിന്. അപ്പോൾ ഇത് നല്ല ഉരുകി പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. പിന്നെ പകുതി ഇട്ടാൽ മതി കേട്ടോ. 10 ഗ്രാമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതിന് ഞാൻ 5 ഗ്രാമാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. ബാക്കി ആ പാലിനൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ഒന്നും ഇടണില്ല കേട്ടോ. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പോവും. ഞാനിവിടെ കടയിൽ പോയി കഴിച്ചിട്ടുണ്ട്, കോൺഫ്ലവർ ഇട്ടിട്ട് ഇളനീരിൻ്റെ ഒരു ടേസ്റ്റും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. പഞ്ചസാരയിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു ലൈറ്റാ ചൂട് വിട്ട് നമുക്കത് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് കട്ടിയായി കിട്ടും. എന്നിട്ട് നമുക്കത് മുറിച്ചെടുത്തിട്ട് വേണം അതിൽ കഷ്ണങ്ങളാക്കിയിടാൻ. അടുത്തത് നമുക്ക് ഈ ബാക്കിയുള്ള തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് ഈ കാമ്പ് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം. ഈ കാമ്പ് നല്ല നൈസ് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇനി പാലടുപ്പിൽ വെച്ച് തിളപ്പിക്കും. പാലിവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം പഞ്ചസാരയും കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് വേറൊരു പണിയും കൂടിയുണ്ട്. ഈ ബാക്കി 1 കപ്പ് ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒരുമാതിരി കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺ സ്റ്റാർച്ചൊന്നും ഉപയോഗിക്കുന്നില്ല. കോൺ സ്റ്റാർച്ചിന് പകരം ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുക ചൈന ഗ്രാസ്. ഇതിവിടെ മെൽറ്റാവട്ടെ, സിമ്മിൽ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് പോകുന്നുണ്ടല്ലോ അത് ചേർത്ത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, കാൽ കപ്പ് പഞ്ചസാര ഇട്ടുണ്ട്. പിന്നെ ഈ കണ്ടൻസ് മിൽക്ക് 100 ഫുള്ള് ഒഴിക്കാൻ പോവാം.
അടി പിടിക്കാണ്ട് ഇളക്കണം കേട്ടോ. അമലിൻ്റെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വറുത്തതിനാ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒന്നുമില്ലാത്തപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നോക്കിയിട്ടിരിക്കും. ഇത് അടി പിടിക്കാണ്ട് ഇത് മെൽറ്റാവണം. രണ്ടടുപ്പുമ്മനെ വെച്ചിട്ടുണ്ട്. ഇത് മെൽറ്റായ നമ്മുടെ ഒഴിക്കുക വേണ്ട. ഇനിയൊരു സാധനം ഒഴിക്കണം. നമ്മുടെ നന്നായി ഒഴിക്കട്ടത്. ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോട്ടെ, ബാക്കി നമുക്ക് കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ കണ്ടൻസ് മിൽക്ക് കിട്ടുക. തേങ്ങയും ഇളനീര് എന്തോരുണ്ടെങ്കിൽ എത്ര ചേർത്താം. ഭയങ്കര വില ഇവിടെ ഇളനീരിന്. ഒരു ഇളനീര് 50 രൂപ ചെറുത്. ഇത്രയൊക്കെ ആകുമ്പോൾ കിട്ടിയുള്ളൂ. കണ്ടോ, ഇത് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് അരിഞ്ഞു വെച്ചതാണ്. ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതും കൂടി അതിലേക്ക് ഇടാണ്ട. കാട്ടി പിടിക്കാണ്ട് നമുക്ക് ഇളക്കണം. ഇവ നമുക്ക് ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇവ തേങ്ങ ഇട്ടില്ല. ആദ്യം പാല് തിളച്ചു, കണ്ടൻസ് മിൽക്കും പഞ്ചസാരയൊക്കെ ഇട്ട് തിളച്ചു. പിന്നെ തേങ്ങ നമ്മൾ തേങ്ങയല്ല ഇളനീരിൽ അരച്ചത് അതൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമ്മളിവിടെ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. കണ്ടത് പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൂട് നോക്കി പതുക്കെ ചെയ്താൽ പിരിയില്ല. എല്ലാവരും പിരിയണമെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് ഒഴിക്കാം കേട്ടോ. അതിൽ ഈ ചൈന ഗ്രാസ് നമ്മൾ രണ്ടാമത് ഉരുക്കി വെച്ച ചൈന ഗ്രാസില്ലേ, അതും കൂടി അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് പണി. ഇതൊന്ന് ലൈറ്റാக ചൂടാകാറുണ്ട്. ഒന്നും കൂടിയും കട്ടിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ച് ഇടാം. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇളനീരിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വരില്ല, എന്തായാലും വരില്ല. ഞാൻ ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ട്. ഒരിത്തിരി ചൂട് ആറുമ്പോൾ നമുക്ക് പാത്രങ്ങളിൽ ഒഴിക്കാം. 2 തരമായിട്ട് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും ഇത് സെറ്റായിട്ടാണ് നിറയെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഡ്രോയിങ്ങിൽ വയ്ക്കുക. എൻ്റെ വര ചെറുതായി വളഞ്ഞു വരുന്നു. ചേട്ടനെ കൊണ്ട് വരപ്പിക്കാം. വരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇളക്കിയെടുക്കാം. വേണ്ട, ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ടാവും. നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇത് വെറുതെ ഇത് മധുരട്ടതാട്ടെ നമ്മൾ തേങ്ങ വെള്ളത്തിലുണ്ടാക്കിയ ഇത് വെറുതെ കഴിക്കാനും നല്ല രസമുണ്ടാവും. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫലൂടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇട്ടാൽ നല്ല രസമുണ്ടാവും. കാരണം ഇതിൽ പഞ്ചസാരയും ഇളനീർ വെള്ളമൊക്കെ ഉള്ളതല്ലേ. വേണ്ട, നല്ല വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര വിഷമമാണ്. ഇത് വിഷമമൊന്നുമില്ല. ഇളനീര് വെട്ടി തന്നാൽ മാത്രമേ എനിക്കിത്, ചേട്ടാ അത് ഇളനീര് വെട്ടി തന്നുകൊണ്ട് എനിക്കൊരു വിഷമമില്ല. ക്രിസ്റ്റൽ ഇത് കാണാനില്ലേ ചന്തം. അടുത്തത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇത് കട്ടയായിട്ട് മുറിക്കണില്ലേ, അതിൽ ആദ്യം കുറച്ചിടാം. 2 ഇടുന്നുണ്ട്. ഞാൻ 2 തരം ചെയ്യുന്നുണ്ട്. ഒന്ന് കോരി കുടിക്കണ മാതിരി നമ്മൾ തിക്കാണ പായസം മാതിരിയൊക്കെ ഒന്നുണ്ടാക്കാം. ഒന്ന് ഇതിങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞത്. 3 തരം
3 തരം. ഇത് രണ്ടും സെയിം ആട്ടാ. ഈ ഗ്ലാസ് ബൗളിലുള്ളത് മാത്രമാണ് നമ്മൾ പായസം മാതിരി കുറച്ച് കോരി കുടിക്കണ മാതിരിയുള്ള പുഡിംഗ് ആക്കിയത്. അതിൽ എക്സ്ട്രാ ഈ ഇളനീരിൻ്റെ കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് നാളേക്ക് എടുക്കാം. ഇത് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. 2 മണിക്കൂറൊന്നും വേണ്ട, അത് ഫ്രീസറിലെല്ലാം വയ്ക്കാൻ പോവാം. ഇപ്പം നമ്മുടെ ഇവിടെ ഇളനീർ പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കാൻ ആളില്ല. ഇത് നമ്മൾ പായസം മാതിരി ഉണ്ടാക്കിയില്ലേ, അതാണ് കേട്ടോ. കണ്ട, ഞാൻ കഴിച്ചു നോക്കിയിട്ടാ. ഭയങ്കര, ഇത് ആദ്യം എടുത്തുല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. എനിക്കിങ്ങനെ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് നന്നായി ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചാ ചേർത്തുള്ള. ഇളനീരാണ് ഞാൻ അധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഇങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എവിടെ നിന്ന് ഇങ്ങനെ പുഡിങ് കിട്ടിയിട്ടില്ല. മറ്റുള്ള സാധനങ്ങളാണ് കൂടുതൽ കിട്ടാറ്. ഇതിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊരു പായസമായി നമുക്ക് കോരി കഴിക്കാം. ഇതും മുറിച്ച് കഴിക്കാൻ പറ്റുന്ന. ഞാൻ ഇപ്പോൾ കഴിക്കണില്ല. നല്ല ഒന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചുകൊണ്ട് ഇതായി മുറിക്കണം. അപ്പം തന്നെ എടുത്തിട്ട് മുറിക്കേണ്ടതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അത്. അപ്പോൾ ഓക്കെ കേട്ടോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഞാനുണ്ടാക്കിയ കോക്കനട്ട് പുഡിങ്. ഇത് അത്രയും ടേസ്റ്റ്. ഇതിൽ ഞാൻ കോക്കനട്ടിൻ്റെ കഷ്ണം ഇട്ടുണ്ടായിരുന്നു. മറ്റേത് ആ ചൈന ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയ വൈറ്റ് കളർ ക്രിസ്റ്റൽ മാരികൾ അതിട്ടു. പിന്നെ ബദാം ഇട്ടു. എല്ലാം കൂടി ആയപ്പോഴേ പറയാൻ പറ്റില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ. ഇതിലാണ് എക്സ്ട്രാ ഉണ്ട് സാധനങ്ങൾ, പിന്നെ കടിച്ച് കഴിക്കാനായിട്ട്. അവിടെ പാലടൊക്കെ പോയി പുറത്തിരിക്കണം ഇതിൻ്റെ അടുത്ത്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്താൽ മതി, അവരവരുടെ ഇഷ്ടത്തിന്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, സൂപ്പറാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കണം കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്. അപ്പം നമ്മുടെ കോക്കനട്ട് പുഡിങ്ങിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. നല്ല വിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫുള്ളൊക്കെ ഒഴിച്ച് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് ഞാൻ ഒറ്റ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കണത് ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്ത് നിങ്ങൾ ഇതൊക്കെ കണ്ട് നോക്കി ഇതുമാതിരി ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കോക്കനട്ട് പുഡിങ്ങാണ് കേട്ടോ അത്. അത്രയും വളരെ ടേസ്റ്റാണ് പുഡിങ്. ചെയ്ത് നോക്ക്. ഇതിങ്ങനെ വെച്ചില്ലെങ്കിലും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല ടേസ്റ്റാട്ടോ. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയ്ക്ക് മുറിക്കാൻ പാകത്തിനെടുത്തതാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് എൻ്റെ കോക്കനട്ട് പുഡിങ്ങിൻ്റെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക, എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ വലിയ വൈറലൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് വൈറലായി ഞാൻ രക്ഷപ്പെടും. അപ്പോൾ ഓക്കെ, ബായ്.